ഇറാൻ ന്യൂക്ലിയർ വെപ്പൺ കയ്യിൽ അത് നേടിക്കഴിഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലിവറേജ്, ആ മേഖലയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എക്സ്ട്രാ ലിവറേജ് അത് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അതിൽ നിന്ന് ഇറാനെ തടയുക എന്നതാണ് ഈ യുദ്ധത്തിൽ ഇസ്രായേൽ കാണുന്ന ലക്ഷ്യം. ആ ലക്ഷ്യം അവർ വിജയിക്കുമോ എന്നുള്ളത് എനിക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് 79 മുതൽ ആ രാജ്യം കടുത്ത ഉപരോധത്തിലാണ്. പക്ഷെ അവരുടെ സയൻസ്, ടെക്നോളജി എല്ലാ മേഖലകളിലും അവർ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത്രയും കാലം ഉപരോധത്തിലുള്ള ഒരു രാജ്യം സ്വാഭാവികമായി തകർന്ന് നശിച്ച് നാറാണക്കല്ലായി പോകേണ്ടതാണ്. പക്ഷെ അവർക്കത് സംഭവിച്ചിട്ടില്ല. അവർ മുന്നോട്ട് തന്നെയാണ് കുതിച്ചത്. ഇപ്പോഴും നമുക്കറിയാം, ഇപ്പം എല്ലാ രംഗത്തും അവർ മുന്നിലാണ്. അപ്പം നമ്മുടെ നാട്ടിൽ നമ്മൾ സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന എന്താണ്? ഇറാനിയൻ സിനിമയാണ്. ഫുട്ബോളിൽ ഏഷ്യയിൽ ഫിഫ റാങ്കിങ് എടുത്തു കഴിഞ്ഞാൽ ഏഷ്യയിലെ നമ്പർ 2 ആണ് അവർ. എല്ലാ ലോകകപ്പിലും ഏഷ്യയിൽ നിന്ന് പോകുന്ന ഒരു ടീം ഏതാണ്? നാഷണൽ ടീം ഏതാണ്? ഇറാൻ്റെ ടീമാണ്. ഇറാൻ്റെ സിനിമയാകട്ടെ, സ്പോർട്സ് ആകട്ടെ, മ്യൂസിക് ആവട്ടെ, എല്ലാ രംഗങ്ങളിലും അവരുടെ സോഫ്റ്റ് പവറിൻ്റെ കാര്യത്തിലാണെങ്കിലും ഹാർഡ് പവറിൻ്റെ കാര്യത്തിലാണെങ്കിലും അവർ മുന്നോട്ട് പോയിട്ടുണ്ട്. അവരുടെ ടെക്നോളജി അവർ വികസിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു രാജ്യം, ആണവായുധം, ഉപരോധത്തിൽ കഴിയുന്ന ഒരു രാജ്യം, ആണവായുധം കൂടെ അതിൻ്റെ ആക്സസ് അതും അവരുടെ കൺട്രോളിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ നിലനിൽപ്പ് അപകടമാണെന്ന് ഇസ്രായേൽ ഭയക്കുന്നു. അതാണ് ഇതിലൊരു പ്രശ്നം. അപ്പോൾ അവരൊരു പ്രീ എംപ്റ്റീവ് സ്ട്രൈക്ക് നടത്തുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ആദ്യഘട്ടത്തിൽ അവർ ഗംഭീരമായി വിജയിച്ചിട്ടുണ്ട്. ഇവരുടെ സയൻറ്റിസ്റ്റുകളെ കൊല്ലാൻ പറ്റിയിട്ടുണ്ട്. ഈ നെഥാൻസിലെ ഇവരുടെ പ്ലാന്റുകൾ, ന്യൂക്ലിയർ ഗവേഷണ കേന്ദ്രങ്ങൾ തകർത്തു എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ അവർ പുറത്തു വിട്ടിട്ടുണ്ട്. ഇപ്പോൾ ന്യൂക്ലിയർ ഗവേഷണ കേന്ദ്രങ്ങളൊക്കെ ഭൂമിക്ക് മേലെ ഇറാൻ ഇങ്ങനെ പടുത്തുയർത്തി നിൽക്കുമെന്നുള്ള ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. അപ്പോൾ യുദ്ധത്തെ സംബന്ധിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ദ ഫസ്റ്റ് കാഷ്വാലിറ്റി ഓഫ് വാർ ഈസ് ട്രൂത്ത് എന്നാണ്. ആദ്യം മരിക്കുന്ന സത്യമാണ്. എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇറാൻ കേപ്പബിൾ ആയിട്ടുള്ള രാജ്യമാണ്. സ്വയം എല്ലാ പരിമിതികളിൽ നിന്നും സ്വന്തം ശക്തി വികസിപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ യുദ്ധത്തിൽ ഇപ്പോൾ തീർച്ചയായും നാശനഷ്ടങ്ങൾ ആർക്കാണ് കൂടുതലെന്ന് ചോദിച്ചാൽ നിശ്ചയമായി ഇറാൻ തന്നെയായിരിക്കും. ഒന്ന് ആലോചിക്കണം, 1900 കിലോമീറ്റർ അകലത്തിൽ കഴിയുന്ന 2 സ്ഥലങ്ങളാണ് ടെൽ-അവീവും ടെഹ്റാനും. ഇത്രയും ദൂരത്തിരുന്ന് നടക്കുന്ന യുദ്ധമാണ്. ഉണ്ടല്ലോ, കമാൻഡ് സെൻറ്ററുകളിൽ നിന്ന് കമ്പ്യൂട്ടർ സ്ക്രീനുകൾ വഴി നിയന്ത്രിക്കപ്പെടുന്ന യുദ്ധമാണ്. അപ്പോൾ അത്തരമൊരു യുദ്ധത്തിൽ ഇലക്ട്രോണിക് വാർഫെയർ, ഞാൻ പറയുന്നത് ഒരു മിലിറ്ററി ഹാർഡ് പവർ അല്ല, ഇലക്ട്രോണിക് വാർഫെയറിൻ്റെ കാര്യത്തിൽ ലോകത്ത് തന്നെ നമ്പർ 1 എന്ന് നിശ്ചയമായും പറയാവുന്ന രാജ്യമാണ് ഇസ്രായേൽ. അതുകൊണ്ടാണ് അവർക്ക് ടെൽ-അവീവിലിരുന്നുകൊണ്ട് 1900 കിലോമീറ്റർ ഇപ്പുറത്തിരുന്നുകൊണ്ട് പ്രിസിഷൻ ടാർഗറ്റുകൾ അവർക്ക് കൃത്യം നോക്കൂ. ഇന്ന് അവരുടെ എന്താണ് അലി ഷദ്മാൻ എന്ന് പറഞ്ഞിട്ട് അവരുടെ പ്രധാനപ്പെട്ട ഒരു ജനറൽ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. സ്ഥിരീകരിക്കപ്പെട്ടില്ല. നേരത്തെ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ആക്രമണത്തിൽ 20ഓളം അവരുടെ സീനിയർ മിലിറ്ററി ഓഫീസേഴ്സ് കൊല്ലപ്പെടുന്നു. അതെങ്ങനെയാണ് സാധിക്കുന്നത്? ഈ പ്രിസിഷൻ അറ്റാക്കിൻ്റെ കാര്യത്തിൽ, ഇലക്ട്രോണിക് ഗൈഡഡ് മിസൈലുകൾ, ഇതിൻ്റെയൊക്കെ കാര്യത്തിൽ ഒരു ടാർഗറ്റ് ലൊക്കേറ്റ് ചെയ്യുക, കൃത്യം അവിടേക്ക് തന്നെ മിസൈലാക്കുക, ഇത്തരം കാര്യങ്ങളിൽ ലോകത്ത് നമ്പർ 1 ആയിട്ടുള്ള രാജ്യമാണ് ഇസ്രായേൽ. അക്കാര്യത്തിൽ ഇറാന് ബാലസ്റ്റിക് മിസൈലുകളുണ്ട്. ദീർഘദൂരം ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് മൊത്തം കവർ ചെയ്യാൻ പറ്റുന്ന, ഈവൻ യൂറോപ്യൻ ക്യാപിറ്റൽസ് വരെ എത്താൻ പറ്റുന്ന അത്രയും റേഡിയസ് ഉള്ള മിസൈലുകൾ ഇറാൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഈ പറയുന്ന പ്രിസിഷൻ അറ്റാക്ക് എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ, അതിലത്ര അവർ ഈ മിലിറ്ററി സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ ശക്തരല്ല. പക്ഷേ എന്നിട്ടും ഇസ്രായേലിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള അയൺ ഡോം സംവിധാനങ്ങളെ വകഞ്ഞുകൊണ്ട് ഇസ്രായേൽ ആക്രമണം നടത്താൻ ഇറാന് സാധിച്ചിട്ടുണ്ട്. അവരുടെ എനർജി സെക്ടറുകൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ഹെർസിലിയയിൽ നടന്ന ആക്രമണത്തെക്കുറിച്ച് പറയുന്ന മൊസാദിൻ്റെ പ്രധാനപ്പെട്ട ഒരു കമാൻഡ് സെൻറ്ററിലാണ് ആക്രമണം, മിസൈൽ വന്ന് വീണിരിക്കുന്നതെന്നാണ്. അത്ര എളുപ്പം അങ്ങ് എന്താ പറയുക തീർത്ത് കളയാവുന്നൊരു സംഗതിയല്ല ഇറാൻ എന്ന് പറയുന്നത്. അവർ നിശ്ചയമായും അവരുടെ അടുത്ത് കേപ്പബിലിറ്റീസ് ഉണ്ട്. വലിയൊരു രാജ്യമാണ്, വലിയ പാരമ്പര്യമുള്ള ഒരു ജനതയാണ്, ദീർഘമായ യുദ്ധാനുഭവങ്ങളുള്ളൊരു ജനതയാണ്. ഒപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇസ്രായേലി ജനതയെ സംബന്ധിച്ച് ഇത്ര അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടില്ല. അവർക്ക് കൊന്നിട്ടേ പരിചയമുള്ളൂ. കൊല്ലുന്നത് സ്ക്രീനിൽ ആസ്വദിക്കുക എന്ന് പറയുന്ന സംഗതി അല്ലാതെ ഇങ്ങനെ മിസൈലുകൾ നമ്മുടെ നഗരങ്ങളിൽ വന്ന് വീണ് പൊട്ടുന്നത് അവർക്ക് കാണേണ്ടി വന്നിട്ടില്ല. ഈ ഇറാനൊരു അവർക്ക് വലിയ നഷ്ടങ്ങളുണ്ടാകുമ്പോൾ തന്നെ ആ റീജിയനിൽ, അവരുടെ ജിയോഗ്രഫിയിൽ അവർക്ക് വലിയ നായക പരിവേഷം ഇതിനകം വന്നു കഴിഞ്ഞു. കാരണം അവന്മാരിടിച്ചല്ലോ എന്ന് വിചാരിക്കുന്ന ആളുകൾ കോടിക്കണക്കിന് മനുഷ്യരുള്ള റീജിയനാണത്. നമുക്ക് വെയിറ്റ് ചെയ്യാന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെവിടെയാണ് ഇതിനൊരു കൺക്ലൂഷൻ ഉണ്ടാകുന്നത് വെച്ചാൽ, എൻഡ് ഓഫ് ദ ഡേ 1948 മുതൽ ഇസ്രായേൽ എന്ന് പറയുന്ന സാന്നിധ്യം
ആ മേഖലയിൽ ഒരു ഡിസ്റ്റർബൻസാണ്, ലോകത്ത് തന്നെ ഒരു ഡിസ്റ്റർബൻസാണ്. അത് ഞങ്ങൾക്കും ഡിസ്റ്റർബൻസ് ആണ് എന്ന് അമേരിക്കക്കാർ തിരിച്ചറിയുന്ന ഒരു ദിവസം വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.